ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് മത്തി വെച്ചിട്ടാണ്. നമ്മളെല്ലാവരും മീൻ കറി വെക്കുന്നതാണ്, എന്നാൽ പലരും വെക്കാത്ത ഒരു രീതിയായിരിക്കും ഇത്. കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് വെക്കുന്നത്. ഈ ഒരു മീൻ കറി നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ അത് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു അധികം വലുപ്പമില്ലാത്ത മത്തിയാണ്, എന്നാൽ തീരെ ചെറുതുമല്ല, അങ്ങനെയുള്ളൊരു മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മീൻ ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ക്ലീൻ ആക്കി എടുക്കുന്നത് അതേപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊരു പഴകിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ, അതായത് കുറച്ചൊരു മൂർച്ചയൊക്കെ കുറഞ്ഞ കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കത്രിക വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ വാലും ഇതൊക്കെ ഇതേ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ, അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇതാക്കിയിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ സവോളയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 എടുത്താലും മതിയായിരിക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു 2 തക്കാളി, ഇതും ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതിയായിരിക്കും കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും വളരെ കുറച്ച് മാത്രം ഉലുവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും ഇതേപോലെ കുറച്ച് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളമൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ രീതിയിൽ വരുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചതച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 8 9 ഒക്കെ ഒരു 10 തന്നെ മതിയായിരിക്കും കേട്ടോ. ഇനി ഇത് ഇടികളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചതച്ചെടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു പിടിയോളമൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണിത്. ഇനി ഇത് നമുക്ക് ഈ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിക്സിയിലിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അരഞ്ഞു പോകുന്ന രീതിയിലാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇടികല്ലിൽ ചതച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഉള്ളിയൊക്കെ വഴറ്റിയിരിക്കുന്ന അതേ ചട്ടിയിലേക്ക് തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു സമയത്ത് നമ്മളൊരു 1/2 ടീസ്പൂണോളമൊക്കെ ഉലുവ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, എരിവിന് വേണ്ടിയിട്ട് 1 2 പച്ചമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, അത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു 1 2 തണ്ട് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന്
കിട്ടട്ടെ. കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് മുളക് പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ മസാല ഇതിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ കുറച്ച് സമയമൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 3 കഷ്ണം കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ കഴുകിയെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഈ ഒരു സമയത്ത് ചേർക്കുമ്പോൾ നമുക്ക് പുളിയൊക്കെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങിക്കോളും. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ്. അതായത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല തയ്യാറാക്കി എടുക്കുന്നത്, കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിലുള്ള ഗ്രേവിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം കുറച്ചൊന്ന് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് പുളിയൊക്കെ ഇറങ്ങുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പെരുംജീരകം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പൊടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മീൻകറിക്ക് മറ്റൊരു ടേസ്റ്റും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കുടംപുളിയിലൊക്കെ മീൻകറി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം തന്നെ അത് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ പോലും നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. മാത്രമല്ല നന്നായിട്ട് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം നമ്മൾ അധിക സമയം ഇളക്കാൻ പാടില്ല, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് അത്രേ വേണ്ടൂ. ചെറിയ മീനാണ്, അതിൻ്റെ ഉള്ളിൽ തന്നെ മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് സമയം നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീൻ ഹാർഡായി പോവും, അതുപോലെ തന്നെ മീനിൻ്റെ ടേസ്റ്റും കുറയും കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മീൻകറിയുടെ റെസിപ്പിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് കൊടുമ്പുളി ചേർക്കണമെന്നൊക്കെ. പക്ഷേ നമ്മൾ ഈ കൊടുമ്പുളിയിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ കേടാവാതിരിക്കാനും അത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നല്ല കുറുകിയിട്ടുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്നതാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.